ജീവിതം കർത്താവിനായി സമർപ്പിച്ചു. അങ്ങനെ ആ വ്യക്തി സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു. രക്ഷിക്കപ്പെട്ട ഈ വ്യക്തിയെ ചൊല്ലി ദൈവദൂതന്മാരുടെ ഇടയിൽ മഹാസന്തോഷമുണ്ടായി. എന്നാൽ നഷ്ടപ്പെട്ട ആ വ്യക്തിയെക്കുറിച്ച് സാത്താൻ്റെ രാജ്യത്തിലെ കലഹങ്ങളുടെയും അവൻ്റെ ആലോചന സഭയിലെയും ചർച്ചകളുടെയും ഒരു നേർക്കാഴ്ച ഇതാണ്. പക്ഷെ അവർ നമ്മുടെ ഇരട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് രക്ഷപ്പെട്ടു. എന്നോട് ക്ഷമിക്കണം. ഇനി നമുക്ക് അവനെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യും? നീ നമ്മുടെ ശത്രുവിന്റെ പുസ്തകമായി ബൈബിൾ പഠിച്ചിട്ടില്ലേ? ഞാനത് ബൈ ഹാർട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു വഴിയേ ഉള്ളൂ, നിഷ്ഫലനാക്കുക. അതിനുള്ള ഐഡിയാസ് അവരുടെ പറഞ്ഞാട്ടെ. നമുക്ക് ബദ്യന്മാരിയാക്കാം. അല്ല വേണം, നമുക്കൊന്ന് ഡ്രഗ് അഡിക്റ്റ് ആക്കാം. അതിന്റെ കൂടെ നമുക്ക് അവനെ ദുർമോഹിയാക്കും. ഇതാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇപ്പോഴത്തെ പിള്ളേരുടെ പ്രശ്നം. എനിക്ക് ഈ വിഷയത്തിൽ 6000 വർഷത്തെ ഇവർക്ക് വലിയപ്പൂപ്പനായ ആദാമിനെ വരെ കണ്ടിച്ച എക്സ്പീരിയൻസ് ആണുള്ളത്. ഒരു രചിക്കപ്പെട്ട നൂറ്റിനൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ വീടില്ല. എന്നാൽ ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന, ഇവരെല്ലാമാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വീണ വിത്തിനെ നിഷ്ഫലമാക്കുന്നത് എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് അവനെ ജനീകനാക്കുക. അങ്ങനെ ശത്രുവിന്റെ നാമം ഈ ലോകത്തിന് മുമ്പിൽ തന്നെ ദുഷിക്കുന്നു. എങ്ങനെ? ഒരു ആത്മീയ ജനീകനാക്കാൻ പറ്റിയ മാർഗം അവനെ ഒരു ജനീകമായി ഫെലോഷിപ്പിലാക്കുക. ഓക്കെ. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ശത്രു മെനയുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന്, അത് മാത്യുവിൻ്റെ ആത്മീയ ജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നെന്ന് നമുക്ക് നോക്കാം. ഇതാ മാത്യുവിൻ്റെ ഭവനത്തിലെ ഒരു ദൃശ്യം. ആഹാ, പ്രൈസ് ലോർഡ് ബ്രദർ. പ്രൈസ് ലോർഡ്. വൈകിരിക്കുവാ ബ്രദർ. എന്തൊക്കെയുണ്ട് വിശേഷം? ദൈവകൃപയാൽ സുഖം തന്നെ. ബ്രദർ എന്ന് പറയണു. ദൈവം സാധിച്ച് സുഖാനെ ഇരിക്കുന്നു. എൻ്റെ ജീവിതം ദൈവത്തോട് സമർപ്പിച്ച് രക്ഷിക്കപ്പെട്ടിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. യാഗപീഠത്തിൽ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കേണ്ടതല്ലേ ദൈവവചനം പറയുന്നത്? ഞാൻ സകലവും യാഗപീഠത്തിൽ സമർപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് ധാരാളം സന്തോഷവും സമയമുണ്ട്. ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ധാരാളം സമയമുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. എന്നാലും നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണ്ടേ? കുവൈറ്റിൽ വന്ന് കുറച്ച് കാശുണ്ടാക്കാനുമല്ലേ? എന്താ കുവൈറ്റിൽ ദൈവീതം ചെയ്യാൻ പറ്റത്തില്ലേ? ദൈവത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ലോകത്തിൽ എവിടെ പോയാലും ദൈവീതം ചെയ്യാൻ പറ്റും. പിന്നെ പണത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർക്ക് ലോകത്തിൽ എവിടെ പോയാലും പണം ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഇപ്പൊ വരുന്ന ബ്രദറിന് മനസ്സിലാവില്ല. നമ്മൾക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് കടയിൽ കയറേണ്ടതൊക്കെ. ഓക്കെ ബ്രദർ. ഓക്കെ, ബൈ. ബൈ.
Don't hold it. ആഹാ, praise Lord, brother. Praise the Lord. ഇരിക്ക്, വാ, brother. Praise God, sister. Praise the Lord. Brother ഒന്നും ഓട്ടമില്ലായിരുന്നോ? നാട്ടിൽ നിന്ന് ഇലക്ഷന്റെ റിസൾട്ട്സ് അറിയല്ലേ? നേരത്തെ വന്ന് റിസൾട്ട്സ് കാണുകയായിരുന്നു. അല്ല, ഇവിടെ ടി വി ഇല്ലേ? ഓ, TV ഒക്കെ സമയം കളയുന്ന ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ. ഒരു ടിവിയും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അറിഞ്ഞൂടെ? ഇല്ലെങ്കിൽ പൊട്ടക്കിണറ്റിലെ തവളക്കൂട്ടം. ഇതൊക്കെ ലോകത്തിലേക്ക് തുറന്നു വെച്ച വാതിലുകളാണ്. ഇതൊക്കെ വഴി ലോകത്തിലെ ഏതറ്റത്തും എപ്പോൾ വേണമെങ്കിലും ചെന്നെത്താൻ പറ്റുമല്ലോ. വേറെ ഒന്നും കാണണ്ട. ഒരു അവറിന് ന്യൂസ് അവർ കാണാണെങ്കിൽ എല്ലാരും വരാൻ പറ്റും. പിന്നെ ബോറടിക്കുമ്പോൾ സ്പിരിച്വൽ ചാനലായ പൂർവശം കാണാമല്ലോ. എത്ര വെറൈറ്റിയുള്ള പ്രസംഗങ്ങളും കേൾക്കാം. ശരിയാ, ഇപ്പോഴത്തെ കാലത്ത് ടിവിയിലത്തെ വീടുണ്ടോ? നമുക്ക് ഇപ്പൊ ആവശ്യമുള്ളൊരു കാറ്, അതിന് ഒത്തിരി പൈസയോ? ഹലോ ഹലോ റീനു, ഞാനിപ്പോൾ കുറച്ച് തിരക്കില്ല. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിക്കാമേ. ബൈ. സോറി ബ്രദർ. അല്ല ബ്രദർ, ഈ 21st സെഞ്ചുറിയിലാണോ ജീവിക്കുന്നത്? ഇപ്പൊ എല്ലാരും ടച്ച് അല്ലേ? ഫേസ്ബുക്ക്, വാട്സാപ്പ് എല്ലാരും വിരൽ തുമ്പിലില്ലേ? എല്ലാത്തിന് കാശ് വേണ്ടേ കയ്യിൽ ബ്രദറെ? ടിവിയും മൊബൈലും ക്രെഡിറ്റ് കാർഡും എടുത്താൽ കിട്ടും. കാറിനൊരു ലോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 3 days കാർ കയ്യിലിരിക്കും. എല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് ഒരു തീരുമാനം എടുക്കാം. ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളല്ലേ? വൈഫിനൊരു ജോലിയും ബ്രദറിന് ഓവർ ടൈം ഉണ്ടെങ്കിൽ എല്ലാം സ്മൂത്തായി പോവും. പിന്നെ വാങ്ങിക്കുമ്പോൾ വെറും ആവശ്യത്തിന് പോരാ, കുറച്ച് ഷോ ഓഫും കൂടെ ആകാം. ചത്താലും ചമഞ്ഞ് നടക്കണമെന്നല്ലേ പ്രമാണം. നിങ്ങളും ഇതിനൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. നിങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ ഒരു ലീഡിങ് കിട്ടും. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ ബ്രദർ, ബൈ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങണേ സിസ്റ്ററെ. പിന്നെന്താ? ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ ജീവിതത്തിലുണ്ട്. 20 വർഷം. What's he going to do? 6-1. ഇങ്ങനെ സിക്സ് അടിച്ചു. Pick up the wrist. And away she goes into the crowd. Second of sixes here for the left-hander. ഞാൻ ഫേസ്ബുക്ക് നോക്കാം. ഇന്നലെ ഒരു ഫോട്ടോ ലൈക്ക് കിട്ടി. The boundary edge. Get me in. Just a flick, nothing more. On half time. Look out in the crowd. He's coming again. ആഹാ, 300 ലൈക്സോ? ജസ്റ്റിൻ ബീബറും മൈക്കിൾ ജാക്സന്റെ ഫോട്ടോ ഇടുന്നുണ്ടല്ലോ. അത് നോക്കട്ടെ. അയ്യോ, വാട്സാപ്പിൽ കുറെ മെസ്സേജ് വരുന്നത് നോക്കാം. from 8 deliveries, Yuvraj. ചായ മാത്രമല്ല, കഴിക്കാനൊന്നും ഇല്ലേ? പഴയതുപോലൊന്നും അല്ല. ഞാനും ഇപ്പൊ ജോലി കണ്ടു വന്നല്ലേ ഉള്ളൂ. This is in the air again. Diaz Longo, 3 in a row. ഒന്നിനും സമയം കിട്ടുന്നില്ല, പൈസയും തികയുന്നുമില്ല. ഈ ദശാംശം കൊടുത്തിട്ട് 2-3 മാസമായി. ഓ, നീ ഒന്നും മിണ്ടായിരിക്കേ. ദശാംശമൊക്കെ പരമ ഉപദേശമാ. പിന്നെ ഞാൻ ഈ സകലവും യാഗങ്ങളിൽ സമർപ്പിച്ചു പണ്ട്. Out of the way. Full swing of the bat. Yuvraj, 32 from 9 deliveries. 6-6-6 and it's balle 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 in the crowd. ആഹാ, പ്രൈസ് ലോർഡ് ബ്രദർ. Praise the Lord, brother. ഇരിക്ക്, വാ ബ്രദർ, വാ. Praise the Lord, sister. Praise Lord, brother. ബ്രദറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇട ദിവസങ്ങളെ മീറ്റിംഗ് ഒന്നും കാണാറില്ലല്ലോ. മാത്രമല്ല ലേറ്റായിട്ടുമാണല്ലോ വരുന്നത്. ഓ, എന്തോ പറയാനാ, ഒന്നിനും സമയം കിട്ടുന്നില്ല. പിശാചിന് ഒരു പോരാട്ടം വന്നു. ആത്മീയമായി പഴയ ഒരു ഉത്സാഹം ഒന്നുമില്ലല്ലോ. എന്നാ പറ്റി? സത്യം പറഞ്ഞാല്
പഴയ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല. ഇനി കൃപയുള്ള ഏതെങ്കിലും ദേവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാലോ എന്ന് ആലോചിക്കുന്നു. അതുകൊണ്ടൊന്നും മാറ്റം വരില്ല. ബ്രദർ രക്ഷിക്കപ്പെട്ടപ്പോൾ യാഗപീഠത്തിൽ സമർപ്പിച്ചതൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. ഇപ്പോൾ യാഗപീഠം കാലിയാണ്. ശരിയാ, ദേവരാജന്റെ പ്രയോറിറ്റി ഇവിടെ ഇപ്പൊ ലോകങ്ങളുടെ ഹൃദയം ഇരിക്കുന്നത്. ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും ആത്മീയ ജീവിതത്തെ നശിപ്പിച്ച് നമ്മെ നിഷ്ഫലന്മാരും അരിഷ്ടന്മാരുമായി തീർക്കും. ബ്രദർ, ഈ കാണലൊക്കെ എങ്ങനെയാ സമയം കിട്ടുന്നത്? എനിക്ക് സമയം കിട്ടുന്നതല്ല, ഞാൻ സമയം എടുക്കുന്നതാണ്. ഈ ലോകചിന്ത കാരണമായി TV, ഇന്റർനെറ്റ്, ഓവർ ടൈം എന്ന ധനത്തിന്റെ വഞ്ചന ഒക്കെയാണ് ബ്രദറിന്റെ സമയം നഷ്ടപ്പെടുത്തുന്നത്. ബ്രദർ ഏതിൽ നിന്ന് വീണിരിക്കുന്നോ അതോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ശരിയാ, ദൈവത്തോട് സ്പെൻഡ് ചെയ്ത സമയങ്ങളൊക്കെ ഈ യൂസ്ലെസ് കാര്യം എൻ്റെ സമയം വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ എന്തോ ചെയ്യാനാ? വിഷമിക്കണ്ട ബ്രദർ, നമ്മുടെ മടങ്ങിവരവ് കാത്തിരിക്കുന്ന ഒരു സ്നേഹപിതാവ് സ്വർഗത്തിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ, നമ്മുടെ ഫ്രണ്ട്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഈ ലോകത്തിൻ്റെ ഷോ ഓഫിൻ്റെ പുറകെ പോയി നമ്മൾ ജീസസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തി കളയുക. അതുകൊണ്ടല്ലേ പറയുന്നത് we are in this world but not of this world. നമ്മുടെ ജീവിതത്തിലെ വചനത്തിൻ്റെ വിത്ത് പിശാചെടുത്തുകൊണ്ട് പോകാതെ നമ്മൾ നോക്കണം. നല്ല നിലത്തിൽ വീഴുന്ന വിത്ത് മാത്രമേ ഫ്രൂട്ട്സ് കൊടുക്കുകയുള്ളൂ. നമ്മുടെ അടുത്ത പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വരാം.
कोई चुग गए, हवा के परिंदे कोई चुग गए, हवा के परिंदे कोई चुग गए, हवा के परिंदे, ओ हवा के परिंदे, ओ हवा के परिंदे। सुनो ये कहानी यीशु की जुबानी, बीज बोने वाले की, बीज बोने वाले की। कोई तो गिरा पत्थरों के ऊपर, कोई तो गिरा पत्थरों के ऊपर, कोई तो गिरा पत्थरों के ऊपर, ओ पानी ना मिला, ओ पानी ना मिला। सुनो ये कहानी यीशु की जुबानी, बीज बोने वाले की, बीज बोने वाले की। कोई तो गिरा झाड़ियों में, कोई तो गिरा झाड़ियों में, कोई तो गिरा झाड़ियों में, ओ दबाया गया, ओ दबाया गया। सुनो ये कहानी यीशु की जुबानी, बीज बोने वाले की, बीज बोने वाले की। कुछ तो गिरा अच्छी ज़मीन पे, कुछ तो गिरा अच्छी ज़मीन पे, कुछ तो गिरा अच्छी ज़मीन पे, ओ फल आया, ओ फल आया। सुनो ये कहानी यीशु की जुबानी, बीज बोने वाले की, बीज बोने वाले की। सुनो ये कहानी यीशु की जुबानी, बीज बोने वाले की, बीज बोने वाले की। എത്ര ഭംഗിയായിട്ട് നമ്മുടെ കുഞ്ഞു ഫ്രണ്ട്സ് അത് ചെയ്തേ. അതെ, നേരത്തെ കറക്റ്റായിട്ട് ക്യാരക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു ചാൻസും കൂടി ഉണ്ട്. Identify the character. Who is this person in white? Kai ganche? Both the Kai. Correct. The answer is correct. Yeah. ഇനിയും ചാൻസ് അടുത്ത വർഷമേ ഉള്ളൂ. ഇനി നമ്മുടെ ഫ്രണ്ട്സ് എന്താ പറയാൻ പോകുന്നത് നമുക്ക് കാണാം. മടുത്തു ഈ ജീവിതം. ഡോണ്ട് ഡു ദിസ്, ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഗോ ഹിയർ, ഡോണ്ട് ഗോ ദേ. എല്ലാത്തിനും റെസ്ട്രിക്ഷനാ. എനിക്ക് എൻ്റെതായിട്ടൊരു സ്വാതന്ത്ര്യമേ ഇല്ല. പക്ഷെ മോളെ, ഞങ്ങൾ ഈ പറയുന്നതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നീ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് വളരെ കൺസേൺ ഉണ്ട്. മൈ ഗോഡ്, എന്ത് നന്മ! എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഫ്രണ്ട്സ് എന്ത് മാത്രം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ? അവരുടെ പേരൻസ് എല്ലാത്തിനും ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു